വല്ല ഓട്ട മത്സരത്തിനും കൊണ്ടിട്ടിരുന്നെങ്കിലേ ഫസ്റ്റ് പ്രൈസ് കിട്ടിയേനെ. നിങ്ങളൊന്ന് നോക്കിക്കേ. കറണ്ടിന്റെ ഉപയോഗം കുറച്ചാലേ മീറ്ററിന്റെ ഓട്ടോ നീ പിന്നെ നടക്കാൻ തുടങ്ങും. ഈ വീട്ടിലെ ഉപയോഗം വെച്ച് നോക്കുവാണെങ്കിലേ ഈ മീറ്റർ ഓടുന്ന പോയിട്ട് അനങ്ങത്ത് പോലും ഇങ്ങനെ അനങ്ങാണ്ടൊക്കെ നിന്നേനെ. നിങ്ങൾ മര്യാദയ്ക്കൊന്ന് നോക്കിക്കേ. തെറ്റുവല്ലോ പറ്റിയതായിരിക്കും. എനിക്ക് തെറ്റൊന്നും പറ്റത്തില്ല ചേച്ചി. എല്ലാ മാസവും അവസാനം ഏത് വീട്ടിൽ പോയാലും എല്ലാവരുടെയും സ്ഥിരം ഡയലോഗ് ഇതാ. ഇവിടെ എത്ര ഉപയോഗം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ലേ? ഇങ്ങനെ പോയ പാവങ്ങൾ എങ്ങനെ ജീവിക്കും? ബില്ല് വരുമ്പം എല്ലാരും പാവങ്ങളാണ്, ഇല്ലെങ്കിൽ എല്ലാവരും പണക്കാരാ. ഈശ്വര, ഇന്നത്തെ കാലത്തെ മര്യാദക്കൊന്നും പട്ടിണി കിടക്കണമെങ്കിൽ 1000 രൂപ ചെലവാണ്. പിന്നെയാണ് ഇവിടെ ജീവിക്കാൻ. ചേച്ചി അപ്പൊ ഈ കാലത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? കാശുണ്ടാക്കാൻ എന്തെല്ലാം വഴികളുണ്ട് ചേച്ചി. ചേച്ചി ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യ കാലത്തല്ലേ ജീവിക്കുന്നേ. മൊബൈലിലേക്ക് മെസ്സേജ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. റമ്മി കളിച്ച് കാശുണ്ടാക്കാം മൊബൈലിൽ. പിന്നെ മൊബൈലിട്ട് മെസ്സേജ് വരും, അതിന് മറുപടി കൊടുക്കുക. ഏത് മണ്ടന്മാർക്കും പറയാൻ പറ്റുന്ന മറുപടിയാണ്. അങ്ങനെ കാശുണ്ടാക്കാം. പിന്നെ ചില മെസ്സേജ് വരും, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി, അങ്ങനെ കാശുണ്ടാക്കാം. അതാണ് ഉദ്ദേശിച്ചത്. അതെ, എന്നിട്ട് വേണം നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയൊക്കെ പോകാനായിട്ട്. താൻ ഈ ഇല്ലാത്ത ഐഡിയ ഒന്നും പറഞ്ഞു കൊടുക്കില്ലേ. ഒന്നാമത് ഇവള് ബുദ്ധൂസാണ്. ഇനി താൻ ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന് കുഴി ചാടണം. എന്റെ പൊന്നോ, ഫ്രീ ആയിട്ട് ഒരു ഐഡിയ കൊടുക്കാന്ന് പറഞ്ഞപ്പോ നമ്മള് പോണേ. വലിയ കിട്ടിയോ നോക്കിയോ മണി? ഈ ഓൺലൈൻ എന്നൊക്കെ പറഞ്ഞല്ലേ മൊത്തം തട്ടിപ്പാ, തരികിടകളാ. അതിലൊന്നും ചെന്ന് വീടല്ലേ കണ്ട വില്ലമോണ്ട് കണ്ട. അതെ, ഇന്നത്തെ കാലത്ത് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിലേ വല്ല തരികിടയൊക്കെ അറിഞ്ഞിരിക്കണം. കണ്ട വില്ലമോണ്ട്. അത് നീ എന്തോന്നു പുതിയ തരികിട വല്ലതും ഉണ്ടാക്കാൻ പോണേ? ഞാൻ തരികിടൊന്നും ചെയ്തില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടെത്തിയില്ലെങ്കിലേ ബുദ്ധിമുട്ടിലാവും. എടി അതെ, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആൾക്കാർ കൂടുതലല്ലേ, അപ്പൊ അതുകൊണ്ട് ഉപയോഗം കൂടി കറണ്ട് ബില്ലും കൂടി എത്രേ ഉള്ളൂ. അത് തന്നെയാ ഞാൻ പറഞ്ഞ രവിയുടെ ഉള്ള വരുമാനത്തിലല്ലേ നമ്മൾ തട്ടിമുട്ടി ജീവിച്ചു പോണത്. ഇങ്ങനെ കൂടെ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം? ചെയ്യണം. അതെ, ഇവിടെ ആൾക്കാർ എണ്ണം കൂടിയില്ലേ, അപ്പൊ ചെലവ് ആരൊക്കെയായിട്ടുള്ളതെന്ന് വെച്ചാൽ ഷെയർ ചെയ്തെടുക്കണം. ശ്രീകുട്ടിയെ SI ആണ്, നല്ല വരുമാനം ഉള്ളതാ. നീ ഇലക്ട്രിസിറ്റി ബില്ലിന്റെയും കൂടെ വരുമാനം എടുക്കണം, ഷെയർ വാങ്ങിക്കണം. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അതൊക്കെ മോശമാണ് മണി. അയ്യോ, എന്ത് മോശം? അതെ, ഈ വീട്ടിലെ ഗൃഹനാഥ ഞാനാണെങ്കിലേ ഞാൻ പറയുന്നത് എന്റെ അന്ത്യശാസനങ്ങളാണ്. എന്തോന്ന് മണി, നീ ഇങ്ങനെ പുതിയ പുതിയ ശാസനങ്ങളൊന്നും വേണ്ട, ഉള്ളതിനെ നേരെയാക്കി നോക്ക്. ഉദാഹരണത്തിന് ഇപ്പൊ കറണ്ട് ബില്ലാണല്ലോ കൂടിയത്, അടുത്ത പ്രാവശ്യം ബില്ല് കുറയ്ക്കണം. എങ്ങനെ? കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കണം, അതാണ് വേണ്ടത്. ഭഗവതി, പാഴ് ചെലവ് കുറയ്ക്കണം. ഇപ്പൊ എന്തോന്ന്? എന്തിനാ പാട്ട് ഓഫ് ചെയ്തേ? ഒരു മൂലയിൽ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ലൈറ്റ് ഫാൻ ഇടേണ്ട ആവശ്യമുണ്ടോ? പാട്ട് നിങ്ങൾക്ക് മാത്രം കേൾക്കാൻ വെച്ചാ പോരെ, അടുത്ത ഉറക്കം വെക്കേണ്ട ആവശ്യം എന്താണ്? എന്ത് മണി രാവിലെ തന്നെ ചൂട്? അല്ല, അപ്പൊ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്തോന്ന്? ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല. നമ്മുടെ വീട്ടില് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ താമസിക്കുന്ന ശ്രീകുട്ടി ഇപ്പൊ ആരാ? 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 അല്ല, ആരാ നീ? അതാ ഞാനും ചോദിക്കുന്ന ആരാന്ന്. അല്ല, ആരാന്ന്? ആ, അവളിപ്പോ CI ഓഫ് പോലീസ് ആണ്, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. പ്രൊമോഷനായി. പ്രൊമോഷൻ കിട്ടിയല്ലേ? അതിന്റെ വകയായിട്ട് ഇപ്പൊ കേക്ക് വരും മുറിക്കാനായിട്ട്. അതുകൂടാതെ ശ്രീകുട്ടി വകയായിട്ട് പായസവും ഇവിടെ ഉണ്ടാക്കും. അപ്പൊ ഗ്യാസിന്റെ കാര്യം തീരുമാനായി. അതെ, എല്ലാ വീട്ടിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരും. ഒന്നുകിൽ ബർത്ത്ഡേ വരും, അല്ലെങ്കിൽ ആനിവേഴ്സറി വരും, അല്ലെങ്കിൽ പ്രൊമോഷൻ വരും, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കും. അതിനൊക്കെ ഇങ്ങനെ ദൂർത്തടിക്കേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, നിസാര കേക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മ ദൂർത്തടി എന്ന് പറയുന്നത്. ഇത് കട്ട അസൂയ. അമ്മയ്ക്ക് പ്രൊമോഷൻ കിട്ടാത്തതിന്റെ അസൂയ. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ജോലി വേണം അല്ലേ? അതെ, ജോലി കിട്ടാഞ്ഞിട്ടല്ല, ജോലി വേണ്ടാന്ന് വെച്ചിട്ടാ. അല്ലെങ്കിൽ തന്നെ പുലിനട വീട്ടുകാർക്ക് ജോലി ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. IASന്റെ അവസാന പേപ്പർ വരെ അവൾ എഴുതിയ, പക്ഷെ കിട്ടിയില്ല. എന്നിട്ടാണല്ലോ നമ്മൾ അംബാനിയെ പോലെ ജീവിക്കുന്നത്. ഇവിടുത്തെ അംബാനി. അതെ മോളെ, ഈ അംബാനി ഉറങ്ങുമ്പോഴേ കണ്ണടയ്ക്കും, ഈ രവി ഉറങ്ങുമ്പോഴും കണ്ണടയ്ക്കും. അതുപോലെ അംബാനി ഊണ് കഴിക്കുമ്പോ ബാധ ഉറക്കും, രവി ഊണ് കഴിക്കുമ്പോഴും ബാധ ഉറക്കും. മനസ്സിലായ? അപ്പൊ പിന്നെ രവിയായിട്ടങ്ങ് ജീവിച്ചാ പോരെ. സത്യം. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അതായത് അംബാനി പലചരക്ക് വാങ്ങിക്കാൻ വേണ്ടി ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്, പക്ഷെ അളിയൻ പലചരക്ക് വാങ്ങിക്കാൻ വേണ്ടി എത്ര മണി ഓട്ടിയാലും അതിന് തോന്നുമ്പോ സ്റ്റാർട്ട് ആകുന്ന സ്കൂട്ടറിലായിരിക്കും പോകുന്നത്. അങ്ങനെ ഇപ്പൊ രവിയേട്ടനാരും കളിയൊക്കൊന്നും വേണ്ട. ഈ മണിക്കുട്ടി വിചാരിച്ച ഈ മുറ്റത്തും കിടക്കും ഒരു ഫ്ലൈറ്റ് കാണണോ?
അത് പുലിനാടക്കാരും കൂടി തീരുമാനിക്കണം. അങ്ങനെ പുലിനടക്കാർ മാത്രം തീരുമാനിച്ചാ പോരല്ലോ, നിങ്ങളുടെ അച്ഛനും കൂടെ സമ്മതിക്കണ്ടേ? അച്ഛൻ വലിയ അഭിമാനിയല്ലോ, സമ്മതിക്കില്ലല്ലോ. അതെ, നമ്മൾ വേർത്തുണ്ടാക്കുന്ന പൈസ കൊണ്ട് എന്ത് വാങ്ങിച്ചാലും അതിനൊരു മഹത്വം ഉണ്ട്, അറിയോ? ആ മഹത്വം പുലിനട വീട്ടുകാർക്ക് അറിയില്ലല്ലോ. അതന്നെ ഒന്ന് പൊള്ളിച്ച് പറഞ്ഞാണല്ലോടി. എന്താടി പുലിയാട വീട്ടിലേ ഈ മണിക്കൂറിന് എന്താ കുറവ്? എന്റെ കളരിയില് നൂറുകണക്കിന് നൂറുകണക്കിന് ശിഷ്യരുണ്ട്. ആ കളരിയുടെ പ്രൊപ്പറേറ്ററാണ് ഞാൻ. ഓ, അപ്പൊ എല്ലാവരും അവനവന്റെ ജോലിയുടെയും കൂലിയുടെയും ഒക്കെ കണക്ക് പറഞ്ഞല്ലോ. എനിക്ക് മാത്രം ഒന്നും പറയാനില്ലല്ലോ, കാരണം ഞാൻ ജോലിക്കൊന്നും പോയില്ലല്ലോ. എന്റെ മക്കളെയും ഭർത്താവിനെയും നല്ല രീതിയിൽ നോക്കാനായിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോ വിലയില്ല, എല്ലാവർക്കും കുറ്റമായി പുച്ഛമായി അല്ലേ? പക്ഷെ മണിക്കൂട്ടൻ ചേരുന്നെന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒന്നുമില്ലായിരുന്നു, ചേട്ടന്റെ അരുമ പെങ്ങളല്ലായിരുന്നോ ഞാൻ? അല്ലെങ്കിലും എനിക്കറിയാം, പുതിയ പെയിൻ ഗസ്റ്റുകളൊക്കെ വരുമ്പോ പഴയ പെങ്ങളോട് വില ഉണ്ടാവില്ലല്ലോ. അതിന് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതിന് പുതിയ പെയിൻ ഗസ്റ്റ് പഴയ പെങ്ങളെ എന്നൊക്കെ എന്തിനാ പറയുന്നേ? അയ്യോ അളിയ, അതൊന്നുമല്ല കാര്യം. അവളെ ഷോക്ക് അടിച്ച് നിൽക്കുക. അളിയ വല്ലതും പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞതല്ല, അതാ കറണ്ട് ബില്ല് വന്ന് കണ്ടോ, അത് കണ്ടു ഞെട്ടി നിൽക്കാന്നേ. കൂടുതലാണ് ഈ മാസം കൂടുതലാ, അതാ പറഞ്ഞ ഷോക്ക് അടിച്ച് നിൽക്കാന്ന്. കുഴപ്പമില്ലെന്നേ, 2 ദിവസം കഴിയുമ്പോൾ നോർമൽ ആയിക്കോളൂ. ഓ, അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് മാറത്തൊന്നും ഇല്ല. ഇന്നിപ്പോ കറണ്ട് ബില്ല് വന്നു, 2 ദിവസം കഴിയുമ്പോ വെള്ളത്തിന്റെ ബില്ല് വരും, ഫോണിന്റെ ബില്ല് വരും, പലചരക്ക് കടയിൽ ബില്ല് വരും, അവിടെ പാലിന്റെ ബില്ല് അതിന്റെ കൂടെ ചേർന്ന് വരും. ഇപ്പൊ പിന്നെ കാത്തുന്റെ വീട്ടിൽ നിന്ന് പശുപാനം കൂടെ വരുത്തുമല്ലോ, അതുണ്ടെങ്കിലല്ലേ എല്ലാവർക്കും കുടിക്കാൻ പറ്റുള്ളൂ, സൗന്ദര്യം വരുള്ളൂ. ഇതിനെല്ലാം കൂടെ ചേർന്നേ ഇങ്ങനെ ഒറ്റ വരുമാനമാണുള്ളത്. ഒരു മിനിറ്റ്, ഫോൺ വരുന്നു. ആ, പൈസയുടെ കാര്യം പറയുമ്പോ ഫോൺ ബില്ല് വരും. കേക്ക് ഇപ്പൊ വരും, പെട്ടെന്ന് വരണം. ഓ, SP വന്നിനി നമ്മളൊന്നും പറയണില്ല. ദേഷ്യം വന്നിട്ട് വയ്യ. ഈ അമ്മയ്ക്ക് എന്ത് മതം ഇളകിയ? മക്കളെ, മതയാനായിരുന്നാലും തളയ്ക്കായിരുന്നു, ഇത് ഐറ്റം വേറെയാണ്. അല്ല, എന്നാലും അളിയൻ സ്വന്തം ഭാര്യ മതയാനെ എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞ ശരിയായ കാര്യമില്ല. അല്ല, അളിയൻ അങ്ങനൊന്നും പറയരുത്. എന്റെ പെങ്ങളല്ലേ അത്. അളിയനെ പെങ്ങളായി പ്രശ്നം. പിന്നെ പാവമാണ്, ഞാൻ നോക്കട്ടെ, ദേഷ്യപ്പെട്ട. അല്ല, എന്നാലും മതയാനെ എന്ന് വിളിച്ച കാര്യം ഞാൻ ചുമ്മാ കളിയാ. സ്വന്തം വീട്ടിലൊരു വിലയില്ലെന്ന് പറഞ്ഞ് എന്തൊരു കഷ്ടമാണ്. ഇതുപോലത്തെ ഗതികേട് ആർക്കും ഉണ്ടാവില്ലേ ഭഗവാൻ. മണിയെ എല്ലാരും കൂടെ കൂട്ടുചേർന്ന് നിന്നിട്ടാണ്. മണി, എന്തോന്നും മണി ഇത്? നിനക്ക് ഈ ഇതൊക്കെ നന്നായിട്ട് തേച്ച് മടക്കി ആ ഷെൽഫിൽ വെച്ചൂടെ? ഇങ്ങനെ വലിച്ചു വാരി ഇടണോ? എന്നെ കൊണ്ട് കൂടുതൽ തേപ്പിക്കല്ലേ. അല്ലെങ്കിൽ തന്നെ എന്നെ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ഇതാണല്ലോ, സാമർത്ഥ്യമാണല്ലോ. ഇൻസൾട്ടാ ഞാനാ? അയ്യോ, ഒന്നും പറയൂല എന്നെ പറ്റി. ഇന്നലെ വരെയുള്ള കാര്യം വിട്, ഇന്നത്തെ കാര്യം തന്നെ പറ. ഇന്ന് ആ റീഡിങ് എടുക്കാൻ വന്ന ആളെ മുന്നിൽ വെച്ച് എന്തോന്ന് പറഞ്ഞേ? ഞാൻ വെറും ബുദ്ധൂസാണെന്നല്ലേ? അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? എന്തോന്ന് മണി ഇത്? എന്തൊന്ന് മണി ഇത്? ഇന്നിപ്പോ ശ്രീകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ഒരു വിലയില്ലാത്തവളാണെന്ന് എനിക്ക് എന്നെ സ്വയം തോന്നിയപ്പോ നിങ്ങൾ എന്തിനും സപ്പോർട്ട് ചെയ്താ? എന്റെ മണിക്കുട്ടി, നിനക്ക് സ്വയം വിലയില്ല എന്ന് നിനക്ക് തോന്നിയാലും ഞാൻ എങ്ങനെ മനസ്സിലാവും? അപ്പൊ എനിക്ക് വിലയില്ലെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലേ? ഞാനിവിടെ കെട്ടി തൂങ്ങി ചാവാൻ പോണു. ഒരു വിലയില്ല, അതന്നെ നല്ലത്, ചാവണ തന്നെ നല്ലത്. എന്തോന്നടി ഒരുമാതിരി നാടക നടിമാരി പറഞ്ഞ കെട്ടി തൂങ്ങിയാവും? എന്തോന്നിത്? നല്ല നാടക നടിയായിരുന്നെങ്കിലേ 4 ആൾ അറിയുമായിരുന്നു. ആ, ശരിയാണ്, 4 ആൾ എന്നെ കൃത്യമായിട്ട് അറിയും, ഈ വീട്ടിലുള്ള 4 പേര്. ഞാൻ ആരായിട്ടാണ് അറിയപ്പെടുന്നത്? നിങ്ങളെ ഭാര്യയായിട്ട്, അല്ലാതെ എനിക്കൊരു ലേവലുണ്ടോ ഈ വീട്ടില്? സത്യം പറ, ഞാൻ ആരാണ് ഈ വീട്ടിലെ? എടി, നീ ഈ വീട്ടിൽ ആരാണ്? ഈ വീട്ടിലെ എന്റെ ഭാര്യ. അതല്ലാതെ, അത് നിങ്ങളുടെ കാര്യം. അല്ലാതെ ഞാൻ ആരാണ് ഈ വീട്ടിലത്തെ? വീട്ടിലെ എല്ലാം നീയല്ലേ, ഗ്രഹനാഥയല്ലേ? നീ അല്ലേ ഇവിടുത്തെ വീട്ടമ്മ? ആണല്ലോ, വീട്ടമ്മ, ഗ്രഹനാഥ. അപ്പൊ ആ വീട്ടമ്മയ്ക്ക്, അതായത് ഗ്രഹനാഥയ്ക്ക് കിട്ടേണ്ട ഒരു വില എനിക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? എടി, ഈ വിലയില്ല എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വില കളയല്ലേ മണി. ഈ വിലയൊക്കെ വേണമെങ്കിലേ അത് സ്വയം നേടി എടുക്കേണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ കരഞ്ഞും പിടിച്ചും ഉണ്ടാക്കാനുള്ളതല്ല. മനസ്സിലായി? എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ലോക മഹാബുദ്ധൂസ് നിങ്ങളാണ്. വില കിട്ടും എന്നിങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നീണ്ടു പോകുന്നല്ലാണ്ട് ഒരിക്കലും വില കിട്ടാൻ പോകുന്നില്ല. അപ്പോഴത്തേക്കും വീടിന്റെ താക്കോല് വേറെ ആൾക്കാരെ കയ്യിലിരിക്കും. വേറെ ആൾക്കാരെ കയ്യില വീടിന്റെ താക്കോല? അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോട്ട്. ഇവിടെ തോന്നുന്നു മഹാരാജാവ് നിധി കുടിച്ചു വെച്ചില്ല ഈ വീടിന്റെ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ശ്രീകുട്ടിയുടെ ഫോട്ടോ നാളെ പേപ്പറിൽ വരും, CI പ്രൊമോഷൻ കിട്ടിയതിന്റെ പേരിൽ. അപ്പൊ നിന്റെ ഫോട്ടോ പത്രത്തിൽ വരത്താണ് നിന്റെ കുഴപ്പം? എങ്കിൽ പിന്നെ നീ നേരത്തെ പറഞ്ഞ പത്രത്തിൽ ഫോട്ടോ വരും. കെട്ടിത്തൂങ്ങി ചാവ്. ഞാൻ കെട്ടിത്തൂങ്ങി ചത്താലേ നിങ്ങളും പെടും, നിങ്ങളുടെ ഫോട്ടോയും വരും. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റിലായ പേരില്. അപ്പൊ എന്റെ പേര് വരാത്താണ് നിന്റെ കുഴപ്പം. നിങ്ങൾ ഇങ്ങനെ ഒരുമാതിരി ഒന്നും മനസ്സിലാക്കാത്ത പോലെ നടന്നോ? അവസാനം വീടിന്റെ താക്കോലേ ശ്രീകുട്ടിയുടെ കയ്യിൽ ഇരിക്കും.
ശ്രീകുട്ടിയുടെ കയറിയോ ഈ വീടിന്റെ താക്കോല അതെങ്ങനെ? ഓഹോ, നിങ്ങൾ ബാങ്കിൽ ഗാന്ധി നോട്ട് എണ്ണി ഗാന്ധിയെ മാർക്ക് ഫുള്ളായിട്ട് സ്വീകരിച്ചാ? എന്റെ പൊന്നെ, ആ മഹാത്മാവിന് എന്നെയും വെച്ച് താരതമ്യപ്പെടുത്തല്ലേ മണിക്കുട്ടി. ഇനി അധികം കയറി പിടിച്ചു. നിങ്ങളോട് പറയാൻ വന്ന് എന്നെ വേണം പറയാനായിട്ട്, ഒന്നും പറയണില്ല. എന്റെ അമ്മോ, എവിടെ നിന്ന് പോട്ടെ ഞാൻ. എന്തോന്ന് ശ്രീകുട്ടിക്ക് പ്രമോഷൻ ആയാൽ ഇവൾക്ക് കുഴപ്പം. ശ്ശേ. മണി ഇത്ര പൊട്ടിപ്പെണ്ണായി പോയല്ലോ. മാക്കു, നാത്തൂൻ പറഞ്ഞാൽ എന്താ തെറ്റ്? നമ്മൾ ഈ വീട്ടിൽ താമസിക്കുന്നതല്ലേ, അപ്പൊ ഇവിടുത്തെ ചെലവിന്റെ ഒരു ഷെയർ നമ്മൾ ഇടണം. അതാണ് അതിന്റെ ഒരു ശരി. അല്ല, നമ്മളൊന്ന് പറയണ്ട ശ്രീകു, നീ ഇടണം. കാരണം നിനക്കല്ലേ ഉള്ളിപ്പോ ഒരു ജോലി. ഞാൻ ഈ കളരി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ഥിര വരുമാനം ആയിട്ടില്ലല്ലോ. മാത്രമല്ല, പിന്നെ വീട്ടിൽ നിന്നൊക്കെ കാശ് എടുത്തുകൊണ്ട് വന്ന് ചെലവാക്കാന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട പണിയാണ്. എന്റെ മാക്കു, നിങ്ങൾ ആ കളരിയുടെ വാതിൽ കണ്ടിട്ട് എത്ര കാലമായി? അല്ല, അങ്ങനെ പറയരുത്. അതായത് ഈ നമ്മളിപ്പം ഏകദേശം ഒരുമിച്ചാണല്ലോ ജീവിതമൊക്കെ. അല്ല, അങ്ങനെ ആണല്ലോ. അതൊരു കളരിയാണ്, അതൊരു കളരിയാണ്. എന്താന്ന്? അല്ല, അതൊരു കളരിയാണ്. ഓ, ആങ്ങളെയും കണക്കാ പെങ്ങളും കണക്കാ. ഈ വാചകടി മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിൽ ഒന്നുമില്ല. അതെ, ഞങ്ങള് പുലിനടക്കാരെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യും. അതാ ഞങ്ങളുടെ പാരമ്പര്യം. ഇവിടെ നീങ്കേ അല്ലെ മണിക്കുട്ടി ചേട്ടാ? അതെ അതെ പെങ്ങളെ, അങ്ങനെയല്ല, അതല്ല. അങ്ങോട്ട് അങ്ങോട്ട്. അതെ, നാത്തൂനെ ശരിയാണ്, പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാരമ്പര്യവും കെട്ടിപ്പിടിച്ചോ. അയ്യോ, കൊണ്ടോ? ഇതിൽ പറ, എന്തൊന്നും പറയാന്നില്ലേ ഇനി? സാരല്ല, ഇടയ്ക്കൊക്കെ ഒരെണ്ണം കൊള്ളുന്ന നല്ലതാ. അതെ, നിങ്ങൾ ഈ പാരമ്പര്യവും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നോണ്ടാ ഈ മാക്കു ഇങ്ങനെ കുഴിമടിയനായി പോയത്. നേരെ അവണ് ഒരു 10 പുഷപ്പ് എടുക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല, തളർന്ന് വീഴും. എനിക്ക് പുഷപ്പെടുക്കാൻ പറ്റത്തില്ല. നീ എങ്ങനെ കണ്ടോ? ഞാൻ എന്നും കാണാറുള്ളതാ. എവിടെ വെച്ചു? അല്ല, മാക്കു ഇവിടെ പുഷപ്പ് ചെയ്യുമ്പോ ഞാൻ മുകളിൽ റൂമില് ജനലിൽ കൂടെ കാണാറുണ്ട്. എന്ന് വെച്ചെന്തിനാ കള്ളം പറയുന്നത്? 10 പുഷപ്പ് ഒന്നുമല്ല ഞാൻ എടുക്കുന്നത്, 15 പുഷപ്പ് വരെ ഒറ്റ സമയത്ത് എടുക്കും. പിന്നെ എടി, അതെ, എന്റെ കളരിയുടെ പവർ നിനക്ക് അറിയാൻ കഴിഞ്ഞിട്ടാ. ഓ, നിങ്ങളുടെ കളരിയും കരാട്ടെ ഞങ്ങൾ ഈ ട്രെയിനിങ് പീരിയഡിൽ ഇതൊക്കെ ചെയ്യുന്നതാ. പിന്നെ ഈ കളരി ഒന്നുമല്ല. നമ്മള് പൊതുജനത്തിന് മുമ്പ് വെക്കുമ്പോ അവര് നമ്മളെ പേടിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതാണ് ഈ കാക്കിയുടെ പവർ. ഓ, പിന്നെ ഈ കാക്കിയൊന്നും ഇല്ലാതെ എന്നെ ആൾക്കാർ പേടിക്കുന്നുണ്ടല്ലോ. എന്റെ വീട്ടുകാരെയൊക്കെ ഞാൻ ഇങ്ങനെ വരച്ച വരയിലെ നിർത്തിക്കുന്നത്. നല്ല ബഹുമാനം ഉണ്ട്. എന്റെ പൊന്നു നാത്തൂന്, നാത്തൂൻ ദേഷ്യപ്പെടുന്ന കാണുമ്പോഴേ എനിക്ക് പൂച്ചക്കുട്ടീനെ ഓർമ്മ വരുന്നേ. ചിരി വരുവാ. അത് ശരിയാ മാക്കു. ശ്രീകു മാക്കു അല്ല, ശരിയാ ശ്രീകു. അതെ, ഈ പുലിയുടെ വീട്ടിൽ വെച്ച് പണ്ട് എവളും ഇതുപോലായിരുന്നു. എപ്പോഴും ഒരു പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കും. അങ്ങനെ പൂച്ചക്കുഞ്ഞിനെ എടുത്തോണ്ട് നടന്ന് ശരിക്കും പറഞ്ഞാൽ പുലിക്കുട്ടിയായിട്ട് വളരേണ്ടവള് പൂച്ചക്കുഞ്ഞായിപ്പോയി. ഞാൻ പൂച്ചക്കുട്ടിയാണെങ്കിലേ മണിക്കൂട്ടൻ ചേട്ടനെ വേറെ വലിയ കളരി ആശാനാന്ന് വിചാരം. വേറെ വലിയെന്ന് എനിക്കല്ലേ അറിയുള്ളൂ. അതെ, താണ്ട എന്റെ കളരിയോ പുലിനട തറവാടിനെയോ താഴ്ത്തിക്കെട്ടത് പറഞ്ഞേക്കാം. അയ്യോ, ഈ പറച്ചില് കേട്ടതൊന്നും സ്വന്തം തറവാട് മാത്രമാണെന്ന്. അല്ല, നമ്മുടെ തറവാട്. നാറ്റിക്കരുത് പ്ലീസ്. അതെ, എന്നെ കളിയാക്കിയാ തിരിച്ചു നാറ്റിക്കും. അല്ല, അവൾ അന്യ സ്ത്രീയാ, വേറെ ഫാമിലിയാ. അത് ഓർത്തിരുന്നാ മതി. നമ്മുടെ ഫാമിലി ലയിച്ചിട്ടില്ല. അതെ 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 അതെ. ആങ്ങളെയും പെങ്ങളും തല്ലുകൂടാനാ ഭാവമെങ്കില് ഞാൻ പോലീസ് മുറ എടുക്കും. രണ്ടിനെയും പിടിച്ച് ഞാൻ ലോക്കപ്പിലിടും. പറഞ്ഞേക്കാം. ഹലോ ഹലോ, ഇവിടെ ഇരിക്കുകയാണ്. വാ, കേക്ക് കട്ട് ചെയ്യാം. കേക്ക് വന്നു. നീ കേക്ക് മുറിക്കാത്തതിന്റെ വിഷമം വേണ്ടല്ലോ. അപ്പോ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ ഒരു മുഹൂർത്തമാണിത്. നമ്മുടെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയുള്ള അംഗം അതെ, അംഗമായിട്ടുള്ള ശ്രീകുട്ടിക്ക് എസ്ഐയിൽ നിന്ന് CIയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ ഈ സന്തോഷവേളയിൽ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നാ നമുക്ക് മുറിക്കാം ശ്രീകുട്ടി. എന്ത് കേക്ക്? കേക്ക് കട്ട് ചെയ്യാൻ വരട്ടെ. അമ്മ എവിടെ? നാത്തൂനെവിടെ? അമ്മ, മണി, മണിക്കുട്ടി. അതാണ്. ഇതെന്തോന്ന്? ഇതെന്തോന്ന് മണി? നിനക്ക് വല്ലോ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലോ ഉണ്ടെങ്കിൽ? എന്താ കൊള്ളൂലേ? നന്നായിരിക്കുന്നു. നീയേ നേരെ വിട്ടോ പുലിനട വീട്ടിലോട്ട്. അവിടെ നിങ്ങളുടെ പാടത്ത് നിർത്താം. അളിയ അങ്ങനെ കളിയാക്കി ഒന്നും വേണ്ട പെങ്ങളെ. സൂപ്പർ സൂപ്പർ. പിന്നല്ലാതെ. എടി മണി,
ചേരേണ്ട വസ്ത്രം ചേരേണ്ടവരിട്ടാലേ ചേർച്ച ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? എന്തോന്ന്? അതായത് മോളെ അളിയൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഈ ചേരേണ്ടവ ചേരേണ്ട രൂപത്തിൽ ചേർത്ത് വെച്ചാല് ചേരേണ്ടാത്തവയ്ക്ക് ചില ചേർച്ച ഉണ്ടാകുന്ന. മനസ്സിലായി മനസ്സിലായി. അല്ല നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. അവനോന് ചേരുന്ന ഡ്രസ് ഇട്ടാലേ ചേർച്ച ഉണ്ടാവുള്ളൂ. മനസ്സിലായ? ഓ അത് പിന്നെ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളോട് പേടി തോന്നും, ബഹുമാനം വരും, റെസ്പെക്ട് വരും, സ്നേഹം വരും എന്നൊക്കെ പറഞ്ഞില്ലേ. ഇനി കാക്കി ഇടാത്തതിന്റെ കുറവ് വേണ്ടെന്ന് അതെന്തല്ലോ നാത്തൂനെ യൂണിഫോമിൽ കാണുമ്പോഴേ പേടിയും ബഹുമാനം ഒന്നും തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൂച്ചക്കുട്ടി മ്യാവും. യൂണിഫോം ഇട്ട് പൂച്ചക്കുട്ടി പോലെ തോന്നേ ചിരി സഹിക്കാൻ പറ്റണില്ല. പിന്നണ്ട, ആരും എന്നോട് പിന്നണ്ട. മണി മണി അതെ, നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞ് കാര്യം സീരിയസ് ആയി. അവളെ പിണങ്ങിയാ പോയത്. അല്ല അളിയൻ ചെല്ലു പുറകെ അല്ലേ ചെല്ല്. കളിയാകുന്നു. മണി നിങ്ങളുടെ പെങ്ങളുടെ ഒരു കാര്യം. മണി മണി എന്തോന്ന് മണി, ആർക്കും നിന്നോട് ഒരു തമാശയും പറയാൻ പാടില്ല ഇവിടെ. എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്ന് കളിയാക്കുന്നതാണോ നിങ്ങളുടെ തമാശ? പിന്നെ ഇമാതിരി കോപ്രായ വേഷങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ ആരാണ് കളിയാക്കാതിരിക്കുന്നത്? ഞാനേ ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ് ഈ യൂണിഫോം എടുത്തിട്ടത്. ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ കളിയാക്കുകയും മറ്റൊരാൾ ആ യൂണിഫോം ഇട്ടൊരു അച്ചീവ്മെന്റ് നേടുമ്പോൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്യുന്നല്ലേ. ഒരു വീട്ടിൽ പാർഷ്യാലിറ്റി പാടില്ല രവിയേട്ടാ. എടി നിനക്ക് ഇത്ര വിദ്യാഭ്യാസം ഉള്ളവളല്ലേ നീ? ഇമാതിരി വേഷം കെട്ടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നെ ആരെങ്കിലും പേടിക്കുവോ അല്ലെങ്കിൽ ബഹുമാനിക്കുവോ? പിന്നെ ഒരു വീട്ടമ്മ എന്ന് പറയണത് ആരെ കൊണ്ട് പറയിപ്പിക്കാനുള്ളതല്ല. മനസ്സിലായ? അത് എല്ലാവരും അറിഞ്ഞ് ചെയ്യേണ്ട കാര്യമാണ്, അംഗീകരിക്കേണ്ടതാണ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണല്ലോ അവസ്ഥ. എന്റെ മണി, ഈ വീടിന്റെ ഗ്രഹനാഥ സ്ഥാനം പോകുന്നുള്ള ഭയമില്ലേ നിനക്ക്? അതുകൊണ്ടല്ലേ നീ ഈ കോപ്രായ വേഷങ്ങളെ കെട്ടി നിൽക്കുന്നത് അല്ലേ? അത് മാത്രമൊന്നുമല്ല, കളിയാക്കല്. പിന്നെ പറ. എനിക്കൊരു ജോലി വേണം എന്നുണ്ട്. എനിക്കറിയാം ഒരുപാട് ലേറ്റ് ആയിപ്പോയി, ഞാൻ ഇത്രയും കാലം ജോലി വേണ്ടെന്ന് പറഞ്ഞിരുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ട്. നിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇവിടെ ശ്രീകുട്ടിക്ക് ഒരു സർക്കാർ ജോലിയുണ്ട്, അതാണ് പ്രശ്നം. ഒരു കണക്കിന് നല്ലത് തന്നെ. ഒരു എതിരാളി ഉള്ളതും അവരോട് ആരോഗ്യകരമായിട്ട് മത്സരിക്കുന്നതും വിജയത്തിലേക്ക് വേഗത്തിൽ കൊണ്ടുവന്നെത്തി. എനിക്ക് വിജയിക്കണം. എങ്കിൽ ആദ്യം നിന്റെ ഉള്ളിലുള്ള ഈ കോംപ്ലക്സും ഈ അസൂയയും പുന്നായ്മയും ഈഗോ ഒക്കെ എടുത്ത് കളയണം. എന്നിട്ട് നീ യഥാർത്ഥ മണിക്കുട്ടിയായിട്ട് വാ. ഞാൻ ഉറപ്പ് പറയണ മണി, നീ എന്ത് ആഗ്രഹിക്കോ അവിടെ നീ എത്തിയിരിക്കും, ഉറപ്പ്. അമ്മാ ഒന്നിങ്ങോട്ട് വാ. മതി കിന്നേരം പറഞ്ഞത്. വാ കേക്ക് കട്ട് ചെയ്യാം. ഓ മണി, അവിടെ എല്ലാരും വന്ന് റെഡിയായി നിൽക്കുകയാണ്. നീ വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. രവിയേട്ടൻ ചെല്ല് ചെല്ല് പ്ലീസ്. നീയും കൂടെ വാ, അല്ലെങ്കിൽ അവർക്കൊക്കെ വിഷമവും. ഞാൻ പറയണ കേക്ക്. ഞാനേ എന്റെ തലയിലെ ഈഗോയും ഈ യൂണിഫോം ഒക്കെ മാറ്റി വെച്ചിട്ട് നല്ലൊരു മണിക്കൂട്ടിയായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഇന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ഒരുമിച്ച് പോവാം. നീ ഡ്രസ്സ് മാറി ഞാൻ ഇവിടെ നിൽക്കാം. ചെല്ലങ്ങോട്ട് ചെല്ല്. നീ ഉടനെ ഞാൻ വരും, പെട്ടെന്ന് വരും.